എങ്ങനെയാണ് നമ്മൾ ജീവിക്കണത്? ജീവിതം കൈമോശം വന്നു പോയാൽ, പരീക്ഷ തോറ്റു, അല്ലെങ്കിൽ നമ്മൾക്ക് ഡീപ്രമോഷനായി, PR കിട്ടണില്ല, വസ്തു വിൽക്കാൻ പറ്റണില്ല, വസ്തു എടുക്കാൻ പറ്റണില്ല, വീട് സ്ഥലവുമില്ല, ഇങ്ങനെ ജീവിതം പോയാൽ എന്ത് ചെയ്യും? അതായത് അത് ഐസക്കേൽ പറയണത് എന്താണ്? ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് അയക്കും, നിങ്ങൾ ജീവിക്കും. പറഞ്ഞേ, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് അയക്കും, നിങ്ങൾ ജീവിക്കും. അപ്പോൾ ആൻസമ്മ എങ്ങനെയാണ് ജീവിതം തിരിച്ചു പിടിക്കണത്? കിട്ടാത്ത വഴി കിട്ടണത് എങ്ങനെയാണ്? വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് കിട്ടാത്ത വഴിയിലൂടെ പച്ചത്തിരിയും പിടിച്ച് പ്രപഞ്ചപ്രദ മാതാവിനെ മധ്യസ്ഥം ചേർത്തുകൊണ്ട് നടക്കും. അത് വിശ്വാസ പ്രഖ്യാപനങ്ങളാണ്. പക്ഷേ ഇത് ചെയ്യിക്കുന്നത് വിശ്വാസത്തിലാണ്. ഇത് വിശ്വാസം ഒരു ആത്മാവാണ്. അതാണ് ഞാൻ എൻ്റെ ആത്മാവ് നിങ്ങളിലേക്ക് അയക്കുമെന്ന് പറയുമ്പോൾ വിശ്വാസത്തിൻ്റെ ആത്മാവാണ് അനുസമയം വർക്ക് ചെയ്യണത്. ഐസയ 11:2 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. യേശയ്യ 11:2. ഐസയ 11:2. കർത്താവിന്റെ ആത്മാവ് കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും, അവന്റെ മേൽ ആവസിക്കും. വായിച്ചോളൂ. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. അപ്പോഴേ കർത്താവിൻ്റെ ആത്മ ഇതെല്ലാം കൂടുന്നതല്ല വിശ്വാസം. അതായത് കർത്താവിൻ്റെ ആത്മാവെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തുണ്ട് ജ്ഞാനമുണ്ട്, അറിവുണ്ട്, വിശ്വാസമുണ്ട്, അങ്ങനെ എല്ലാമാണ്. ഇപ്പോൾ നമുക്ക് ഈ വിഷയത്തിൽ, നിങ്ങൾക്കൊരു വിഷയത്തിൽ, ഇപ്പോൾ സത്യദാസ് പഞ്ചായത്തിലേക്ക് പോവുകയാണ്. എന്താ കാര്യം? കർത്താവിൻ്റെ കൂടെയുണ്ട്. ഇനി കർത്താവായിരിക്കും എനിക്ക് വേണ്ടി വാദിക്കണമെന്ന് പറയുമ്പോൾ അത് വിശ്വാസമാണ്, അതൊരു ജ്ഞാനമാണ്, അതറിവാണ്, കർത്താവിൻ്റെ ആത്മാവാണ്. കൈയിട്ടിച്ച് കർത്താവിന്റെ ഞങ്ങളെല്ലാവരുടെയും മേൽ അവിടുത്തെ ആത്മാവിനെ പ്രത്യേകമായി നിവേശിപ്പിക്കണമേ, ഞങ്ങളെ സാക്ഷികളായി ഉയർത്തണമേ. ഒരുമിച്ച് സ്വരത്തിലെ ദൈവമേ വരണമേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണമേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ദൈവമായിട്ട് ഉടമ്പടിയിലായി കഴിയുമ്പോൾ ഞങ്ങളെ ശ്രദ്ധിക്കണം എന്താണെന്നറിയാവോ? ദൈവത്തിൻ്റെ ആത്മാവ്, ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെയും ആത്മാവ്, ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും ആത്മാവ് നിങ്ങളിൽ നിലനിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കണം, അല്ലേ? അങ്ങനെ ആത്മാവ്, കാരണം ജീവിതം കയ്യിൽ നിന്ന് പോയാൽ പിന്നെ എസെക്കിയേൽ 37:14 അനുസരിച്ച് കൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള മാർഗം എന്താണ്? ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് അയക്കും. ആത്മാവിനെ തിരിച്ചു പിടിക്കുക എന്നാണ്. ജീവിതം കയ്യിൽ നിന്ന് പോയാൽ അപ്പോഴാത്മാവിൽ ആത്മാവ് നിർവീര്യമായി പോയിട്ടുണ്ടെങ്കിൽ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. എഫേസ്യൻസ് 4:30. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എഫേസ്യൻസ് 4:30. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. അതാണ്. അപ്പം നമ്മൾ എപ്പോഴും ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, എന്നിലുള്ള പരിശുദ്ധാത്മാവ് സാഡാണോ എന്ന് നോക്കണം. മനസ്സിലായില്ലേ? അങ്ങനെ വന്നാൽ ആത്മാവ് ഇറങ്ങിപ്പോകും, വർക്കിംഗ് കണ്ടീഷൻ ആകത്തില്ല. ആത്മാവ് സാഡാണെന്ന് നോക്കണം, ദുഃഖിപ്പിക്കരുത്. കാര്യം ആത്മാവ് ഒരു വ്യക്തി ആയതുകൊണ്ടാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ ത്രിത്വിക ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. ഒരേ സമയത്ത് സത്തയിൽ ഏകനും വ്യക്തിത്വത്തിൽ മൂന്നുമാണ്.
സത്യലേഖനാണ്, വ്യക്തിത്വത്തിൽ 3 നമുക്കൊരു ഐസ് കട്ട പോലെ നമ്മൾ മനസ്സിലാക്കാതെ ഐസ് കട്ടയായിട്ടിരിക്കും അല്ലേ ഐസ് കട്ടയായിട്ടിരിക്കും, വെള്ളം ഇറ്റിറ്റ് വീഴുന്നുണ്ടാകും, അപ്പോൾ ദ്രാവകമായി അതിൽ നിന്ന് വാതകം മേലോട്ട് പോകണ്ടാകും ഇല്ലേ. അപ്പോൾ എല്ലാ സ്ഥലത്തിലും ഒരു 3 വ്യക്തിത്വം ഇവിടെ കാണുന്നുണ്ട്. അതേസമയം സത്യരി സംഭവം H2O മുകളിലോട്ട് പോകുന്ന വായുവും താഴേക്ക് വീഴുന്ന വെള്ളവും ഖരമായിട്ടിരിക്കണ എല്ലാം ബേസിക്കായിട്ട് H2O എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ ദൈവം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് വേദനിപ്പിക്കരുത് എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? പരിശുദ്ധാത്മാവ് ശക്തിയുമാണ്, അതേസമയം തന്നെ സത്തയിൽ ദൈവം യേശുക്രിസ്തുവിനെക്കുറിച്ചും പിതാവിനെക്കുറിച്ചും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെക്കുറിച്ചും പറയുന്നത് എന്താണ്? ദൈവം ബേസിക്കായിട്ട് സത്തയിൽ ശക്തിയാണ്. അതായത് ദൈവത്തിൻ്റെ ജ്ഞാനവും 1 Corinthians 1:24 ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശുക്രിസ്തു. അതുകൊണ്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് യേശുക്രിസ്തു ഒരു വ്യക്തിയാണ്, അതേസമയത്ത് ശക്തിയാണ്, കാരണം ദൈവമായതുകൊണ്ടാണ്. അതേസമയം തന്നെ പരിശുദ്ധാത്മാവ് ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ധരിക്കുന്നവർ നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. ഉന്നതങ്ങളിൽ നിന്ന് ശക്തി, അത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, അതേസമയം തന്നെ നടപടി പുസ്തകത്തിന് 1:8 അനുസരിച്ച് പരിശുദ്ധാത്മാവ് ശക്തിയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നടപടി പുസ്തകത്തിന് 1:4 പരിശുദ്ധാത്മാവ് ശക്തിയാണ്. പിതാവിൻ്റെ വലതുവശത്തിരിക്കുമെന്ന് പറയുമ്പോൾ പിതാവിൻ്റെ മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുവശത്തിരിക്കുമെന്ന് ഈശോ പറയുമ്പോൾ പിതാവ് ശക്തിയാണ്. സത്തയിൽ ശക്തിയായ ദൈവമാണ്. വ്യക്തിപരമായ പരിശുദ്ധാത്മാവിൽ നമ്മൾ വ്യക്തിയായി നമ്മൾ വസിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ശക്തിയായതുകൊണ്ട് തന്നെ നിർവീര്യമാകാനുള്ള സാധ്യതയുണ്ട്. പരിശുദ്ധാത്മാവ് നിർവീര്യമാക്കാനുള്ള സാധ്യത നമ്മൾ ഉടമ്പടിക്കാരൻ മുൻകൂട്ടി കാണണം. 1 Thessalonians 5:19 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 1 Thessalonians 5:19 ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. കാഴ്ച പോയിന്റ് എന്താ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞേ, ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. അപ്പൊ നിർവീര്യമാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ശക്തിയായത് കൊണ്ടാണ് നിർവീര്യമാക്കരുതെന്ന് പറയണത് 1 Thessalonians 5:19. പക്ഷെ വ്യക്തിയായത് കൊണ്ടാണ് വേദനിപ്പിക്കരുതെന്ന് പറയണത് Ephesians 4:30. അതുകൊണ്ട് ശക്തിയും വ്യക്തിയുമായ പരിശുദ്ധാത്മാവും നിങ്ങളിൽ വസിക്കുന്നതാണ്. അതേതാണ്? എസെക്കിയേലിൻ്റെ 37:14 നിങ്ങളുടെ ജീവിതം കൈമോശം വന്നു പോയാൽ ശക്തിയും അതുപോലെ തന്നെ വ്യക്തിയുമായ പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് ഞാൻ നിക്ഷേപിക്കുമെന്ന്. കൈയിട്ടിച്ച് കർത്താവിനെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പൊ പരിശുദ്ധാത്മാവ് ഒരേ സമയം തന്നെ വ്യക്തിയും ശക്തിയുമായതുകൊണ്ട് എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിലേക്ക് ഇപ്പോൾ ടോക്ക് വരാൻ കാരണം എന്താണ്? എസെക്കിയേൽ 37:14 ജീവിതം കൈമോശം വന്നു പോയാൽ ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലേക്ക് നിക്ഷേപിച്ചിട്ടാണ് ജീവിതം തിരിച്ചു പിടിക്കണത്. അപ്പോൾ ഉടമ്പടിയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ജീവിതം തിരിച്ചു പിടിക്കലാണ്. അതിൽ നിങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് ദൈവം എന്താ ചെയ്യണത്? ഉടമ്പടി എടുക്കുക, നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് നിക്ഷേപിക്കപ്പെടുകയാണ് ചെയ്യണത്. വ്യക്തി ശക്തിയുമായ ആത്മാവ് നിങ്ങളുടെ കൂടെ വസിക്കുകയാണ് ചെയ്യണത്. അപ്പോഴെന്താ സംഭവിക്കണത്? ഈ പരിശുദ്ധാത്മാവ് വേദനിക്കാതിരിക്കാനും ഇപ്പം പരിശുദ്ധാത്മാവ് Ephesians 4:30 അനുസരിച്ച് വേദനിക്കാതിരിക്കാനും പരിശുദ്ധാത്മാവ് 1 Thessalonians 5:19 അനുസരിച്ച് നിർവീര്യമാകാതിരിക്കാനും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഫിലിപ്പിയർ 2:14 ടേക്ക് ദ ബെഡ് അപ്പ്. ഫിലിപ്പിയർ 2:14 ശ്രദ്ധിക്കട്ടെ. ഫിലിപ്പിയർ 2:14 എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ വ്യക്തിയായും ശക്തിയായും പുലരാൻ വേണ്ടി നമ്മൾ ബേസിക്കായിട്ട് ചെയ്യേണ്ടത് എന്താണ്? കുറ്റമറ്റ ദൈവമക്കളായിട്ട് കാര്യമില്ല. പിന്നെന്താണ്? കുറ്റമറ്റ ദൈവമക്കളെ.
കുറ്റമറ്റ ദൈവമക്കളായാൽ മാത്രമേ ആത്മാവിന് പ്രവർത്തിക്കാൻ പറ്റും. ആത്മാവിന് നിങ്ങളെ നയിക്കണ്ടേ? ആത്മാവ് ഉണ്ടായാൽ മാത്രം പോരല്ല, ആത്മാവ് നിങ്ങളെ നയിക്കണ്ടേ? എന്താ പറഞ്ഞിരിക്കണത്? ഞാൻ നിങ്ങൾക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കുമെന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവാകാം, പരിശുദ്ധ മാലാഖയുമാകാം. അപ്പം നമുക്ക് മുമ്പേ പോകാനും ഞാൻ നിങ്ങൾക്ക് ഇപ്പം നമ്മളെന്താ പറയണത്? ഞാൻ നിങ്ങൾക്ക് മുമ്പേ എന്ന് പറഞ്ഞാൽ പിതാവ് മാത്രമല്ല, പുത്രൻ മാത്രമല്ല, പരിശുദ്ധാത്മാവ് മാത്രമല്ല. അപ്പോൾ നിങ്ങൾക്ക് മുമ്പേ പോകുന്ന വ്യക്തിയും ശക്തിയും അതെന്താണ്? ഞാൻ നിങ്ങൾക്കൊന്നും ഇപ്പം ഞാൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നവരില്ലേ ആൾക്കാർ എൻ്റെ അടുത്ത് എന്നെ കാണാൻ വരുമ്പോൾ ആൾക്കാർ പറയുമല്ലോ, ഞങ്ങൾക്ക് അച്ഛാ ഭാഗവടമ്പടി നടക്കണില്ല, അല്ലെങ്കിൽ എനിക്ക് പൈസ ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ജോലി തരാമെന്ന് പറഞ്ഞ് പൈസ വാങ്ങിച്ചു, എന്നിട്ട് തിരിച്ചു കിട്ടണില്ല, ന്യായത്തിനെ സഹായിച്ചു, ഇപ്പോഴവനത് തിരിച്ചു തരണില്ല എന്നൊക്കെ പറയുമ്പോൾ തിരിച്ച് എനിക്ക് എതിരെ കള്ളക്കേസ് വരെ കൊടുക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ വരണത്. അവൻ്റെ പിടിച്ചു നിൽപ്പിനെന്ന് പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യണത്? നിങ്ങൾക്ക് മുമ്പ് നിങ്ങളിനി അവൻ്റെ അടുത്ത് പോണ മുമ്പ് എന്താ ഐസയ 45:2 ഉണ്ട്. എന്താണ്? ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോവുകയും, അത് ദൈവത്തിൻ്റെ ആദ്യകാലം പോലെയുള്ള നടപടിക്രമങ്ങളാണ്. ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോവുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പൽ ഒടിക്കുകയും ചെയ്യുമെന്ന് കൈയടിച്ച് കർത്താവല്ലേ. ഞങ്ങളുടെ ശത്രുക്കളെ തുരത്തി ഓടിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. അഭിഷേകം ചെയ്യണേ, അഗ്നിയാ പരിശുദ്ധി നൽകണേ, തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാ പരിശുദ്ധി നൽകണേ, ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാവരണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം നിങ്ങൾ ഈ വചനമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ട് വേണം ഇങ്ങനെയുള്ള ആളുടെടുത്തൊക്കെ പോകാൻ. തടസ്സമാണ്, നടക്കത്തില്ല, ലോൺ തരത്തില്ല, നിങ്ങളുടെ മൂത്ത മകൻ്റെ ലോൺ കൊടുത്തിട്ടുണ്ട്, ആ വിദ്യാഭ്യാസ ലോൺ നിങ്ങൾ റീസെറ്റ് ചെയ്തിട്ടില്ല, അതിനുള്ള മകന് ലോൺ തരത്തില്ലെന്നൊക്കെ പറയുമ്പോഴേ എത്ര ഉടമ്പടി നിങ്ങൾ സാക്ഷ്യം കേൾക്കണില്ലേ? എത്ര പേരാണ്? ഒരു ബാങ്ക് തന്നില്ലെങ്കിൽ അവിടെ പിത്തളവാതിലാണെങ്കിൽ കർത്താവ് തകർത്തുകൊണ്ട് അടുത്ത വാതിലൂടെ കർത്താവ് നിനക്കത് തരും. നീ മനസ്സ് തിരിച്ചു പോകേണ്ട കാര്യമില്ല, എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദാനമാണ്. ഞാൻ നിനക്ക് മുമ്പേ പോകും, പിത്തളവാതിൽ തകർക്കും, ഇരുമ്പോടാമ്പൽ ഒടിക്കും, മലകൾ നിരപ്പാക്കും. കൈയടിച്ച് കർത്താവല്ലേ. കൂടെ സഞ്ചരിക്കുന്ന എന്റെ ഉള്ളിൽ ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ